ഈ മണ്ഡലത്തിൽ ഞങ്ങളെല്ലാം ജനിച്ചു വളർന്ന മണ്ഡലമാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, നാടൊരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ കഴിയുന്നു എന്നുള്ള സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ കാലം അത്രയും നാട്ടിൽ സാധ്യമായിട്ടുള്ള നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രതികൂലമായ സാഹചര്യം മഹാപ്രളയം, 2018 മഹാപ്രളയം, 18 പിന്നെയും വെള്ളപ്പൊക്കമുണ്ടായി. അപ്പോൾ അതിലെല്ലാം ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ച ഒരു നൂറ്റാണ്ടിൻ്റെ മഹാപ്രളയമായിരുന്നല്ലോ. അപ്പോൾ അതുകൂടാതെ കോവിഡ് കാലം, അങ്ങനെ പ്രതികൂലമായി നമ്മൾ നേരിട്ടിട്ടില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എല്ലാവരും ഒന്നിച്ചൊരു നാടൊന്നിച്ചെന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒക്കെ കരുത്തോടു കൂടിയിട്ടാണ് വാസ്തവത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്, വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും നാടൊന്നിച്ചുണ്ട്. ഇപ്പോൾ കേരളം മൊത്തത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരമാണ് ആറന്മുളയിലേത്. കാരണം 3 സ്ഥാനാർത്ഥികളും ഒരു സ്റ്റേറ്റ് വൈഡ് അറിയപ്പെടുന്നവരാണ്. എത്രത്തോളം ശക്തമാണ് ഇപ്പോൾ മത്സരം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ആറന്മുള നിയോജക മണ്ഡലത്തിലുണ്ടാകും. അപ്പോൾ നമ്മുടെ നിയോജക മണ്ഡലം പത്തനംതിട്ട മുതൽ ഈ ഇരവിപേരൂർ വരെ 13 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ മുക്കിലും മൂലയിലും വികസന പദ്ധതികൾ എത്തിക്കാൻ സാധിച്ചു. സ്വപ്ന പദ്ധതികൾ, ഇപ്പോൾ നമ്മുടെ സ്റ്റേഡിയം അത് യാഥാർത്ഥ്യമാക്കാൻ, അതിൻ്റെ ഫസ്റ്റ് ഫേസ് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞു. ആശുപത്രികൾ, 2 പ്രധാനപ്പെട്ട ആശുപത്രികൾ, ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി. 10 വർഷം മുമ്പ് പനിക്ക് മരുന്നെഴുതുന്ന ഒരു ആശുപത്രിയായിരുന്നു. അതിനപ്പുറത്തേക്ക് അവിടെ സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ വാക്കിൽ പറയുന്നതിൽ 8000 പേർ അവിടെ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ ആളുകൾ വന്ന് ചെയ്ത് പോയി കഴിഞ്ഞു. അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ജില്ലാതലത്തിൽ ആരംഭിച്ചു. 10 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നു ഒരു ജില്ലാ ആശുപത്രിയിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന, നമുക്ക് അതുപോലെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ജില്ലാ ആശുപത്രിയിൽ നടക്കുമെന്ന്. 9ാമത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് ഇപ്പം എറണാകുളം ജില്ലാ ആശുപത്രിയിൽ നടക്കുന്നത്. കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ 5 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ പ്രതിപക്ഷം പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആരോപണം ആരോഗ്യവകുപ്പിലുണ്ടായിരുന്നുള്ള ചില വീഴ്ചകളാണ്. എന്താണ് അതിന് മറുപടി? ഇതിനുള്ള മറുപടി പ്രതിപക്ഷ MLA മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് പ്രതിപക്ഷം സെറ്റ് ചെയ്താണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യവകുപ്പിനെ ആക്രമിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ അതല്ലല്ലോ. നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോകുമ്പോൾ അവിടെ ലാബ് സൗകര്യമുണ്ട്, അവിടെ ഡോക്ടർമാരുണ്ട്. താലൂക്ക് തലത്തിൽ പോകുമ്പോൾ നല്ല പുതിയ ബിൽഡിങ്ങുകളുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, അപ്പോൾ ഒരു ആരോഗ്യ വകുപ്പിനെ അടയാളപ്പെടുത്തുന്നത് പകർച്ചവ്യാധിയുടെ പ്രതിരോധം. അപ്പോൾ നിപ്പ ഔട്ട്ബ്രേക്ക് 2023 ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണ്. ജലജന്യ രോഗമാണ് അമീബിക് മെനിഞ്ചോഎൻകഫലൈറ്റിസ്. അവിടെ ലോകത്ത് 99% ഡെത്ത് റേറ്റ് ഉണ്ടെങ്കിൽ കേരളത്തിൽ 24%. മരണനിരക്ക് നോക്കുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിൽ 5.6 ആണെങ്കിൽ ഇവിടെ 5. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ അവസരങ്ങൾ, മെഡിക്കൽ വിദ്യാഭ്യാസ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ട കാലഘട്ടമാണ് ഈ 5 വർഷം. അപ്പോൾ എന്തിനാണ് ആരോഗ്യവകുപ്പിനെ ആക്രമിച്ചത്? എന്തിനാണ്? പ്രചരണം പുറത്ത് മാത്രമല്ല സൈബർ ഇടത്തിൽ കൂടിയാണ് നടക്കുന്നത്. പലപ്പോഴും സൈബർ ഇടത്തിലെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിരുവിടുന്നതായിട്ടും അധിക്ഷേപങ്ങളിലേക്ക് വഴിമാറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ. കഴിഞ്ഞ 5 വർഷമായി പ്രത്യേകിച്ചും ഈ രീതിയിൽ വേട്ടയാടപ്പെടുന്ന ഒരാളാണ് ഞാൻ. വനിതാ MLA മാർക്കെതിരെയും വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെയും പൊതുവെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സൈബർ ഇടങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയും. ഒരു ഫേക്ക് മുഖമില്ലാത്ത ഐഡികളിൽ നിന്നാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ അത്യന്തം ഹീനമായിട്ടുള്ള ഒരു പ്രചരണമാണ് അത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഈ 5 വർഷക്കാലം ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുമ്പോൾ മനോവീര്യം തകർക്കുന്നതിനും അതോടൊപ്പം തന്നെ ഏതെല്ലാം കള്ളപ്രചരണങ്ങൾ മാത്രമാണ് നടത്തുന്നത്. അപ്പോൾ അതിൽ പക്ഷേ ആത്യന്തികമായി മനസ്സെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, സത്യം ജയിക്കും, സത്യം മാത്രമേ ജയിക്കുള്ളൂ. അതുകൊണ്ട് ഈ തരത്തിലുള്ള, അതുപോലെ ജനങ്ങളിൽ അത് തിരിച്ചറിയുന്നത് എന്തുമാത്രം കള്ളപ്രചരണങ്ങളാണ് നടത്തുന്നത്. അത് 10 വർഷമായിട്ട് എനിക്കെതിരെ ഉണ്ട്. പലതരത്തിൽ കള്ളപ്രചരണങ്ങൾ നടത്തി. ഈ 5 വർഷം അതിഭീകരമായ ആക്രമണം അത് നടന്നിട്ടുണ്ട്. അത് ചില പ്രത്യേക ഇതൊക്കെ വിലക്കെടുത്തിട്ട് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുക. ചില പോർട്ടലുകൾ, അങ്ങനെയൊക്കെയുള്ള പോർട്ടലുകൾ വിലക്കെടുത്തിട്ട് ചെയ്യുന്ന നിലയിലാണ് നമ്മളത് തോന്നുക. അത് സ്ഥിരമായിട്ട് ഒരേ രീതിയിലുള്ള വാർത്തകൾ വരിക, കള്ളങ്ങൾ വരിക. അപ്പോൾ തീർച്ചയായിട്ടും അത് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അത് പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യം.